കരിയില കത്തിക്കാൻ വേണ്ടി ഞാനും വാവയും പുറകിൽ ഇറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങിയതാണ് ദച്ചൂസ്. എന്ന് നിങ്ങളല്ലേ കത്തിക്കുന്നത്, ഇന്ന് ഞാനും കത്തിക്കാന്ന് പറഞ്ഞ് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ആള് തന്നെയാണ് തൂക്കാനൊക്കെ ഫ്രണ്ടിൽ നിന്നത്. ദച്ചൂസ് കരിയിലെല്ലാം തൂത്ത് ഒരു സൈഡിൽ വെക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ ചിക്കി പിറക്കി അതൊക്കെ വേറൊരു സൈഡിലാക്കുന്നുണ്ട്. കുറച്ച് താറാ കുഞ്ഞന്മാരും കുഞ്ഞൻ കോഴികളുമാണ്. ഒരു സൈഡിൽ നമ്മളെ കേശു ഉണ്ട്. അപ്പം കേശുവിന് ദച്ചൂസ് കൂട്ടിക്കയറ്റി. അത് കഴിഞ്ഞ് കുഞ്ഞതാ ഒരു സൈഡിൽ കരിയില കത്തിക്കാൻ പണി 18 നോക്കുന്നുണ്ട്. ദച്ചൂസ് കുറച്ച് നേരത്തിന് മുമ്പ് വെള്ളത്തിൽ കളിച്ചത് അവക്കൊരു പണിയായിട്ടുണ്ട്. കരിയില കുറച്ചൊക്കെ നനഞ്ഞു കേട്ടോ. ഇന്ന് കരിയില കത്തിക്കാൻ തുടങ്ങിയ ദച്ചൂസിന്റെ കുഞ്ഞൻ അവസാനം അവിടെ ഇരിപ്പായി കേട്ടോ. കുഞ്ഞ് തളർന്നെങ്കിലും കരിയിലേക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. ദച്ചൂസ് വേറൊരു വശം കൂടെ തൂത്ത് കൂട്ടുന്നുണ്ട് കേട്ടോ. കരിയില പുകഞ്ഞില്ലെങ്കിൽ എന്താ, പുകവന്നില്ലെങ്കിൽ എന്താ, ദച്ചൂസ് കുഞ്ഞെ നന്നായിട്ട് പോയിക്കുന്നുണ്ട് കേട്ടോ പൊടി വെച്ച്. അവസാനം വാരി മണ്ണ് വരെ എറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് പറയുന്നത് ആ മണിയം പൂച്ച അതുവഴി വന്നിട്ട് പോയേട്ടോ. അവസാനം കുഞ്ഞയുടെ കരിയില കത്തി. കുറച്ച് ഇറങ്ങിയപ്പോൾ ദച്ചൂസും അവിടെ കിടന്ന് തുണിയൊക്കെ പറക്കി എനിക്ക് ഹെൽപ്പ് ചെയ്ത് കേട്ടോ. നമ്മൾ പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഇതാ കുറച്ച് ചീനിക്കിഴങ്ങ് ഉണ്ടായിരുന്നേ. അതും പുളിമുളകും ദച്ചൂസിന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. നല്ല ചൂട് പറക്കുന്ന കിഴങ്ങും പുളിമുളകും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ 3 പേരും ഇരുന്ന് കഴിച്ചു കേട്ടോ, ഞാനും കുഞ്ഞേയും ദച്ചൂസും.